SSLC ഫുൾ എ പ്ലസ് ഇല്ലേ? പ്ലസ് വണ്ണിന് മികച്ച മാർക്ക് നേടാൻ സാധിക്കുമോ? പഠിക്കണം, നന്നായി പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് എന്നല്ലേ മക്കളെ? എന്നാൽ ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ വളരെ മാർക്ക് കുറഞ്ഞാലും ശരി, നമുക്ക് പ്ലസ് വണ്ണിൽ ഫുൾ എ പ്ലസ് വളരെ നിസ്സാരമായി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം മുതലേ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ആദ്യം നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്താക്കണം? സെറ്റാക്കണം. പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങുമെന്ന് നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് നമ്മൾ ആദ്യം സെറ്റാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് പഠിക്കാനൊരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ പ്ലസ് വണ്ണും 10ാം ക്ലാസ്സിനും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പ്ലസ് വണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? ഇതുവരെയും സാറേ ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിൻ്റെയൊക്കെ കണ്ടിന്യൂഷനാണ് പ്ലസ് വൺ എന്ന് പറയുന്നത്. ഇതുവരെയും ഞങ്ങൾ 9ഉം 10ഉം ഒക്കെ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു? മറന്നുപോയി. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, പ്ലസ് വൺ എന്നാണ് പറയുന്നത്. അതായത് പ്ലസ് വണ്ണിൽ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പുതിയ കാര്യങ്ങളാണ്. അതായത് നമ്മൾ തുടക്കം മുതലെയാണ് 8ലും 9ലും പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടല്ല ഇവിടെ പഠിക്കുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മൾ തുടക്കം മുതലെയാണ് പഠിച്ച് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്സിലൊരു ചാപ്റ്റർ ഉണ്ട്, മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആദ്യം തന്നെ ഇക്വേഷൻ ഓഫ് മോഷൻ അല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്താണ് റെസ്റ്റ് എന്നും എന്താണ് മോഷൻ എന്നും അതേപോലെ തന്നെ ആ ഇക്വേഷൻ മോഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ച് ഓരോ കാര്യങ്ങളും അതിൻ്റെ ഫൗണ്ടേഷൻ സെറ്റാക്കി മുന്നോട്ട് പോവുകയാണ്. അതായത് ഒന്നും പഠിക്കാത്തവർക്കും പ്ലസ് വണ്ണിൽ വളരെ നിസ്സാരമായി നല്ല മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഫിസിക്സിൻ്റെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എല്ലാവരും ഭയപ്പെടുന്ന ഒരു സംഗതിയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഫിസിക്സിനെ കുട്ടികൾ ഇത്രയേറെ ഭയപ്പെടാൻ കാരണം? അത് മറ്റൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തിയറി മാത്രം പഠിച്ചാൽ മതി. മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ട് അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്താൽ മതിയാവും. എന്നാൽ ഫിസിക്സിലോട്ട് വരുമ്പോൾ ഇത് രണ്ടും കൂടെ കൊളാബ് ചെയ്യുന്നതാണ്. അതായത് തിയറിക്ക് പുറമെ അവിടെ നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട്, ഡെറിവേഷൻസ് ഉണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ പ്ലസ് വൺ മക്കളെ വല്ലാതെ വലക്കുന്ന കാര്യമാണ്. ഇതിനെയൊക്കെ എളുപ്പത്തിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൻ്റെ ബേസിൽ നിന്ന് അതിൻ്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി മാത്രം ഓരോ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം പോലും നിങ്ങൾ കാണാപ്പാഠം പഠിക്കരുത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓരോ ഡെറിവേഷൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓരോ ഡെറിവേഷൻ കഴിയുമ്പോഴും നിങ്ങളത് മനസ്സിലാക്കിയാണ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പാണ് അതിൻ്റെ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ എല്ലാ കാലവും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതായിരിക്കും. അത് ഏത് ഉറക്കത്തിൽ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നതാണ്. പിന്നീടുള്ള കാര്യം എഴുതി തന്നെ പഠിക്കണം. ഓരോ ഡെറിവേഷനും എഴുതി പഠിക്കണം. പിന്നീട് വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റിൻ്റെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുന്നൊരു കുട്ടിക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ടോപ്പിക്കിൽ നിന്നും വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ അരച്ച് കലക്കി കുടിക്കണം. ഏകദേശം ഒരു 10 വർഷം മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെങ്കിലും നമ്മൾ നിസ്സാരമായി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നമുക്ക് പ്ലസ് വണ്ണെ വളരെ നിസ്സാരമായി ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണോ എന്നൊന്നും നിങ്ങൾ വറീഡാകേണ്ട കാര്യമില്ല. ഉറപ്പാണ് നിങ്ങളെ കൊണ്ട് പ്ലസ് വണ്ണിൽ മികച്ചൊരു മാർക്ക് നേടാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനും നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഇല്ലാത്ത അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് ഉണ്ടായിരുന്നു. ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ആ ഒരു മാർക്കിലൂടെ എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും ഞാൻ പ്ലസ് വണ്ണിൽ നന്നായി വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു നിലയിൽ ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പാണ് നിങ്ങളെ കൊണ്ടും അത് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്നി ബാച്ചാണ്. അഗ്നി ബാച്ചിൻ്റെ 2.0 ക്ലാസ്സുകൾ ഇതാ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഈ ഒരു വർഷക്കാലം സൈലത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്ലസ് വണ്ണിൽ മികച്ചൊരു മാർക്ക് കരസ്ഥമാക്കാം. അപ്പോൾ ഇങ്ങനെ കയറി പോകുന്നതൊക്കെ നമുക്ക് ലൈവിൽ കാണാം. ബൈ.